Friends, once again welcome back to Civil on Demand. Civil on Demandൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. നമുക്കപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് ചെറിയൊരു ഓവർവ്യൂ നോക്കാം. ഇത് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ. ഒന്നും അങ്ങനെ കാണാതെ പഠിക്കാനുള്ള പോർഷൻസ് ഒന്നും ഈ ക്ലാസ്സിലില്ല. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏതാനും കുറച്ച് ടേംസ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ടറി ക്ലാസ് വെച്ചിരിക്കുന്നത്. നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പല ഫിസിക്കൽ ഫിനോമിനകളെയും കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മെക്കാനിക്സ്. മെക്കാനിക്സ് ഫിസിക്സിൻ്റെ ഒരു പാർട്ടാണ്, ഒരു സയൻസാണ് മെക്കാനിക്സ്. നമ്മൾ +1 +2 ലെവലിൽ പഠിച്ച ഫിസിക്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ +2 ഫിസിക്സിനേക്കാളും എളുപ്പമാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇനി ഒരു സിവിൽ എഞ്ചിനീയറോ മെക്കാനിക്കൽ എഞ്ചിനീയറോ എന്തുകൊണ്ട് മെക്കാനിക്സ് പഠിക്കണം? സിവിൽ എഞ്ചിനീയറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രക്ചേഴ്സ് പണിയേണ്ട ആൾക്കാരാണ്. ഈ സ്ട്രക്ചേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകൾ തന്നെ ആവണമെന്നില്ല, ബ്രിഡ്ജസ് ആവാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആവണമെന്നില്ല, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആവാം. ഏത് തരത്തിലുള്ള സ്ട്രക്ചർ ആയാലും ആ സ്ട്രക്ചറുകളുടെ മുകളിൽ പലതരം ലോഡുകൾ വരും. മൂവിങ് ലോഡുകൾ വരും, പോയിൻ്റ് ലോഡുകൾ വരും. അത്തരത്തിലുള്ള ലോഡുകളിലൊക്കെ ഈ സ്ട്രക്ചറുകളുടെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് ആ സ്ട്രക്ചറുകൾ ബിഹേവ് ചെയ്യാന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ ഫോഴ്സുകളെക്കുറിച്ചും ആ മൊമെൻറ്റുകളെക്കുറിച്ചുമൊക്കെ ബേസിക്കായൊരു നോളജ് വേണം. അതിനു വേണ്ടിയിട്ടാണ് സിവിൽ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം. അവർക്കും ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ഫോഴ്സുകളെയും ഫ്രിക്ഷൻ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ അവരുടെ ഇനി അങ്ങോട്ടുള്ള 4 വർഷത്തെ കോഴ്സിൽ ധാരാളമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിൽ നമുക്ക് കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി സിവിൽ എഞ്ചിനീയേഴ്സും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും മാറി നിൽക്കട്ടെ, മറ്റ് സ്പെഷ്യലൈസേഷൻസ് എടുത്ത എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്തിനാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്ത സ്റ്റുഡൻറ്റ് എന്തിനാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്? എന്താണ് അവർക്ക് ആ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം? ഒരു ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ നിബ്ബ് മുതൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിൽ വരെ മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷനാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് എന്നോ ഇലക്ട്രോണിക്സ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഫിസിക്കൽ ഫിനോമിനകളുടെ എക്സ്പ്ലനേഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള അത്തരം കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ നമ്മൾ അയാളെ എഞ്ചിനീയർ എന്ന് വിളിക്കും? നിങ്ങളൊരു ഡോക്ടറുടെ കാര്യം എടുക്കൂ. ഒരു MD ഉള്ളൊരു ഡോക്ടർ, അയാൾ ഓർത്തോ ആയിക്കോട്ടെ ഗൈനക്ക് ആയിക്കോട്ടെ, അയാളുടെ അടുത്ത് ചെറിയൊരു രോഗമായിട്ടൊരു രോഗി വന്നാലും അയാൾക്ക് മരുന്ന് എഴുതാൻ അറിയണം. ഞാൻ എല്ലിൻ്റെ ഡോക്ടറാണ്, ഞാൻ എല്ലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രമേ ട്രീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അയാളെ നമ്മളൊരു മോശം ഡോക്ടറായിട്ടല്ലേ കാണുക. അതുപോലെ തന്നെയാണ് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം. നമ്മുടെ ചുറ്റും നടക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഫിനോമിനകളുടെ എക്സ്പ്ലനേഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഒരാളാണ് എഞ്ചിനീയർ. അതിന് സ്പെഷ്യലൈസേഷന് യാതൊരു ബന്ധവുമില്ല. എല്ലാ സ്പെഷ്യലൈസേഷനുള്ളവരും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ അടിയുറച്ച് തന്നെ പഠിക്കണം. ഇനി മെക്കാനിക്സ് പൊതുവെ ഒരു ടഫ് സബ്ജക്റ്റായിട്ടാണ് എല്ലാവരും കാണുന്നത്. പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള, സപ്ലികളുടെ എണ്ണം ഒരുപാട് കൂടുതലുള്ള, സ്കോർ ചെയ്യാൻ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് മെക്കാനിക്സിനെ കാണുന്നത്. മെക്കാനിക്സ് എന്നത് ഒരിക്കലും ഒരു ടഫ് സബ്ജക്റ്റ് അല്ല, പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. അവിടെയാണ് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ, പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മളിപ്പോഴും മറക്കാതെ ഓർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് അത്രയും ചിട്ടയായിട്ട് അത് പഠിച്ചതുകൊണ്ടാണ്. അതുപോലെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന മെക്കാനിക്സ് കൺസെപ്റ്റ്സ് എല്ലാം വളരെ വളരെ ക്ലിയറായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഇനിയുള്ള സബ്ജക്ട്സ് വരുമ്പോൾ ക്ലിയറായിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ കഴിയും.
അല്ലാത്ത പക്ഷം ഒരു ടഫ് സബ്ജക്റ്റാണ് എന്ന മുൻവിധിയോടുകൂടി നിങ്ങളിതിനെ സമീപിച്ചാൽ നിങ്ങളൊരു കാലത്തും മെക്കാനിക്സ് പാസ്സാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മെക്കാനിക്സ് എന്നത് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ അത് ടഫാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇനി മെക്കാനിക്സ് എങ്ങനെ പഠിക്കണം? അത് ശരിയായ പഠന രീതിയുടെ അഭാവം കൊണ്ടാണ് ഇത്ര അധികം ഫെയിലിയർ റേറ്റ്സ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. മെക്കാനിക്സ് ഒരിക്കലും പരീക്ഷയുടെ 3-4 ദിവസം മുൻപ് തുടങ്ങി ആ 3 ദിവസം കൊണ്ട് ഫുൾ പോർഷൻസ് പഠിച്ചു തീർത്ത് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല. അത് ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ, ക്ലാസ്സിൽ ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ ആ കഴിഞ്ഞ മൊഡ്യൂളിലെ പ്രോബ്ലംസ് എല്ലാം കളക്ട് ചെയ്ത് പഠിച്ച് റെഗുലറായിട്ട് പഠിച്ചു പോകേണ്ട ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഫസ്റ്റ് ഇയറിലെ വേറെ ഏത് സബ്ജക്റ്റ്, ഏത് തിയറീസ് പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് 3-4 ദിവസം മുമ്പ് പഠിച്ചോളൂ. പക്ഷേ മെക്കാനിക്സ് ഒരിക്കലും അങ്ങനെ ലാസ്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. മെക്കാനിക്സ് കുറേശ്ശെയായിട്ട് ക്ലിയറായി കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. ഇത്രയാണ് സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലേക്ക് കിടക്കാം. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സയൻസ് ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബോഡിയുടെ കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ്, അത് ആ ബോഡി റെസ്റ്റിലിരിക്കുകയാണോ അതോ മൂവ് ചെയ്യുകയാണോ, അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സയൻസാണ് മെക്കാനിക്സ്. ഇനി ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ, റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിന് മുകളിലൊരു ഫോഴ്സിൻ്റെ ആക്ഷൻ വേണം. നമ്മൾ ന്യൂട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ട്. ഒരു ഫോഴ്സിൻ്റെ ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഫോഴ്സുകളെ കുറിച്ച് ഒക്കെ പഠിക്കുന്ന ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ഇനി ഫിസിക്സിൽ തന്നെ തെർമോഡൈനാമിക്സും ഇലക്ട്രോമാഗ്നറ്റിക്സും ഒക്കെ പോലെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് മെക്കാനിക്സ്. മെക്കാനിക്സിനെ നമ്മൾ സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡൈനാമിക്സിനെ വീണ്ടും കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു മെക്കാനിക്സ് ഒരു സയൻസ് ആണെന്ന്. മെക്കാനിക്സ് ഒരു സയൻസ് ആണെങ്കിൽ ആ സയൻസിൻ്റെയും പിന്നെ കുറച്ച് മാത്തമാറ്റിക്സിൻ്റെയും കൂടി ആപ്ലിക്കേഷനാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മളൊരു പുതിയ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു യൂണിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിലേക്ക് എങ്ങനെ മെക്കാനിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നു, അതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ തന്നെ റിജിഡ് ബോഡി മെക്കാനിക്സും ഉണ്ട്, ഡിഫോമബിൾ ബോഡി മെക്കാനിക്സും ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സും ഉണ്ട്. ഈ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ അധികവും പഠിക്കുന്നത് റിജിഡ് ബോഡി മെക്കാനിക്സ് ആണ്. റിജിഡ് ബോഡി എന്താണെന്ന് നമ്മൾ തുടർന്ന് പഠിക്കും. ഡിഫോമബിൾ ബോഡി മെക്കാനിക്സ് എന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ MOS എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ S3 പഠിക്കും. അത് തുടർന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സ് അതിനടുത്ത സെമിസ്റ്ററിലും പഠിക്കും. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെക്കാനിക്സിലേക്ക് പോവാം. മെക്കാനിക്സിനെ നമുക്ക് സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വേർഡുകൾ ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. ഡൈനാമിസം അല്ലെങ്കിൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലൈറ്റ്ലി ഓപ്പോസിറ്റ് വേർഷൻ. സ്റ്റാറ്റിക്സ് എന്നാൽ ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ഒരു ബോഡി എങ്ങനെ ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനെക്കുറിച്ച് പഠിക്കലാണ് സ്റ്റാറ്റിക്സ്. കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫോഴ്സ് ഈക്വൽസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ആക്സിലറേഷൻ 0 ആവുന്ന കണ്ടീഷൻസ് എപ്പോഴൊക്കെയാണ്? ഒന്നുമില്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യാതെ റെസ്റ്റിലിരിക്കണം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അങ്ങനെ 2 കേസിലാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ സ്റ്റാറ്റിക്സ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ താഴെ വരുന്നത്. ഇനി ഡൈനാമിക്സ് പഠിക്കാം.
ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് റിജിഡ് ബോഡീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഓഫ് ഈക്വിലിബ്രിയം എന്നാണ് നമ്മൾ സ്റ്റാറ്റിക്സിൽ പഠിച്ചതെന്ന്. പക്ഷേ ഇവിടെ മോഷനാണ്. ആ ബോഡീസിൻ്റെ മോഷനും അത് ഏത് ഫോഴ്സ് കൊണ്ടാണോ ആ മോഷൻ ഉണ്ടായത് ആ ഫോഴ്സുമായിട്ടുള്ള ആ മോഷൻ്റെ റിലേഷനുമാണ് നമ്മൾ ഡൈനാമിക്സിൽ പഠിക്കുന്നത്. ഡൈനാമിക്സിനെ നമ്മൾ കൈനറ്റിക്സ് എന്നും കൈനമാറ്റിക്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ കൈനറ്റിക്സ് എന്നത് ഫോഴ്സും ആ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന മോഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കൈനറ്റിക്സ്. ഇനി കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് സ്പേസ് ടൈം റിലേഷൻഷിപ്പാണ്. ഒരു ബോഡിയുടെ മോഷൻ്റെ സ്പേസ് ടൈം റിലേഷൻഷിപ്പ്. എന്താണ് ഈ സ്പേസ് ടൈം റിലേഷൻഷിപ്പ്? ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബോഡി, ആ ബോഡി പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ മൂവ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കൂ. എ മുതൽ ബി വരെ 1 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ബോഡി എയിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് നേരം കഴിഞ്ഞു. കുറച്ച് നേരം ഒരു 300 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഒരു 700 മീറ്റർ കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് അതിന്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പോയിന്റ് എയിൽ നിന്ന് 300 മീറ്ററാണ്. അല്ലെങ്കിൽ അത് ഇത്ര സമയം കൊണ്ടാണ് പോയിന്റ് എയിൽ നിന്ന് ഇപ്പോൾ ആയിരിക്കുന്ന പോയിന്റിലേക്ക് എത്തിയത്. അത്തരത്തിലുള്ള സ്പേസ് ടൈം റിലേഷൻഷിപ്പുകളാണ് കൈനമാറ്റിക്സിൽ പഠിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റ് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് ഫോഴ്സാണ് ആ മോഷന് കാരണമായത് എന്ന് നമ്മൾ കൈനമാറ്റിക്സിൽ പഠിക്കുന്നില്ല. അത് നമ്മൾ കൈനറ്റിക്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഒരു ചെറിയൊരു ടേമും കൂടിയുണ്ട്, ഐഡിയലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ പ്രോസസ്സുകൾ ഒന്നിച്ച് നടക്കുന്ന വലിയൊരു സിസ്റ്റം ഉണ്ടെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ എടുക്കൂ. നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളാണ് ഒരേ സമയം നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത്തരത്തിലൊരു വലിയ സിസ്റ്റത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചില ഐഡിയൽ സിറ്റുവേഷൻസ് അസ്യൂം ചെയ്യും. അത്തരത്തിലൊരു കൺസെപ്റ്റാണ് ഐഡിയലൈസേഷൻ. ഒന്നും കൂടെ ക്ലിയറായി പറഞ്ഞാൽ, നിങ്ങൾ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇതൊരു റിവർ സ്ട്രെച്ച് ആണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഈ റിവർ സ്ട്രെച്ചിൽ വാട്ടറിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യണം. വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചെറിയ ക്രോസ് സെക്ഷൻ എടുത്തു. ആ ക്രോസ് സെക്ഷനിൽ നമ്മൾ വേണ്ട ഒരു എക്യുപ്മെൻറ്റ് കൊണ്ടുപോയി അതിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്തു. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള റിവർ സ്ട്രെച്ചിൽ എല്ലായിടത്തും അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും എന്ന്. പക്ഷേ റിയൽ കണ്ടീഷനിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. കാരണം ഒരിക്കലും ഒരു റിവറിൻ്റെ ബാങ്ക്സ് അല്ലെങ്കിൽ രണ്ട് കരകളും ഒരു സ്കെയിൽ വെച്ച് വരച്ച പോലെ സ്ട്രെയിറ്റ് ആവണമെന്നില്ല. ചില സ്ഥലത്ത് വീതി കൂടാം, ചില സ്ഥലത്ത് വീതി കുറയാം, ഡെപ്ത് കൂടാം, ഡെപ്ത് കുറയാം. അത്തരത്തിൽ ക്രോസ് സെക്ഷൻ ഏരിയയിൽ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാം. അങ്ങനെ വരുമ്പോൾ വെലോസിറ്റിയും മാറും. പക്ഷേ നമ്മൾ നമ്മുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് വെലോസിറ്റി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സെയിം ആണ് എന്നത്. അതിനെയാണ് നമ്മൾ ഐഡിയലൈസേഷൻ എന്ന് പറയുക. ഐഡിയൽ സിറ്റുവേഷൻ അസ്യൂം ചെയ്യലാണ് ഐഡിയലൈസേഷൻ. ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ മെക്കാനിക്സിലെ ടേംസ് പരിചയപ്പെടും. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.